Sorry for the disturbance because of the light cutting. I was not able to continue the message. I could not save the message, so I am not able to take the message again because of the light problem. Sorry for the disturbance. 4-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതലുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്ന ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഓർപ്പിച്ചത്. അതിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഭാഗം 4-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. അടുത്തത്, സിംഹാസനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ 7 ആത്മാക്കൾ, ദൈവത്തിന്റെ 7 ദീപങ്ങൾ, അവ ജ്വലിച്ചുകൊണ്ടിരുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെയാണ്: സിംഹാസനത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. അപ്പോ അതാണ് യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 11-ന്റെ 2 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ബുക്ക് ഓഫ് ഐശയ്യ ചാപ്റ്റർ 11 വേഴ്സസ് 2, 3 and 4 അതൊന്ന് വായിക്കാം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. 1, ജ്ഞാനത്തിന്റെ ആത്മാവ്. 2, വിവേകത്തിന്റെ ആത്മാവ്. 3, ആലോചനയുടെ ആത്മാവ്. 4, ബലത്തിന്റെ ആത്മാവ്. 5, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 6, യഹോവ ഭക്തിയുടെ ആത്മാവ്. 7, യഹോവയുടെ ആത്മാവ്. 7 ആത്മാക്കൾ, യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന 7 ആത്മാക്കൾ. അത് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ഫസ്റ്റ് വൺ. സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, സ്പിരിറ്റ് ഓഫ് കൗൺസിലിംഗ്, സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് മൈറ്റ്, Spirit of the fear of the Lord, Spirit of the Lord. ഇവിടെ യെശയ്യാ പറയുന്നു, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും എന്നുവെച്ച് പറയുന്ന 7 പിരിവുകളാണ്, 7 വിധത്തിലുള്ള യഹോവയുടെ ആത്മാവ്. 1, ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം. 2, വിവേകത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. 3, ആലോചനയുടെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് കൗൺസിലിംഗ്. 4, ജ്ഞാനത്തിന്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ്. 5, യഹോവയുടെ ബലത്തിന്റെ ആത്മാവ് അഥവാ സ്പിരിറ്റ് ഓഫ് മൈറ്റ്. 6, യഹോവയോടുള്ള ഭയത്തിന്റെ ആത്മാവ്. 6-ാമത്തേത് 7, യഹോവയുടെ ആത്മാവ്. അപ്പോ വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, സിംഹാസനത്തിന് മുമ്പിൽ യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുമ്പിൽ യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് യെശയ്യാപ്രവചനം
11-ാം അധ്യായത്തിൽ പറഞ്ഞപ്പോ അവിടെ പറയുന്ന 7 ആത്മാക്കളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 1 ജ്ഞാനത്തിന്റെ ആത്മാവ്, 2 വിവേകത്തിന്റെ ആത്മാവ്, 3 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, 4 ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്. അങ്ങനെ 7 വിധ ആത്മാക്കളെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് തന്റെ 11-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ മേൽ അധിവസിച്ചിരിക്കുന്നതായ 7 വിധ ആത്മാക്കൾ, അതാണ് പ്രവാചകനായ യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈശായുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും എന്നൊക്കെ പറയുന്ന ഭാഗമാണ് യെശയ്യാവ് 11-ാം അധ്യായം. ദ റൂട്ട് ഓഫ് ദ ഡേവിഡ്, ഓഫ്സ്പ്രിംഗ് ഓഫ് ദി ട്രൈബ് ഓഫ് ഡേവിഡ്, ദാവീദ് ഗോത്രത്തിന്റെ വേരായവൻ, ദാവീദിന്റെ വേരായവൻ, ഇവിടെ അതാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവന്റെ മേൽ അധിവസിക്കുന്നതായ 7 വിധ ആത്മാക്കളെ കുറിച്ച് പ്രവചനപര്യനായ യെശയ്യാവ് തന്റെ പ്രവചനാത്മാവിൽ വിളിച്ചു പറഞ്ഞ 7 ആത്മാക്കളെ കുറിച്ചുള്ള പ്രവചനം. 1 ദ സ്പിരിറ്റ് ഓഫ് ഇസ്ലാം, ജ്ഞാനത്തിന്റെ ആത്മാവ്. 2 ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിന്റെ ആത്മാവ്. 3 ദ സ്പിരിറ്റ് ഓഫ് കൗൺസിലിംഗ്, ആലോചനയുടെ ആത്മാവ്. 4 ദ സ്പിരിറ്റ് ഓഫ് നോളജ്, ജ്ഞാനത്തിന്റെ ആത്മാവ്. 5 ബലത്തിന്റെ ആത്മാവ്, അതായത് സ്പിരിറ്റ് ഓഫ് മൈറ്റ്. 6 ദ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. 7-ാമത്തേത് യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ അധിവസിച്ചിരിക്കുന്നു. അപ്പൊ പ്രവാചകനായ യെശയ്യാവ് തന്റെ പ്രവചനാത്മാവിൽ യേശുമിശിഹായിൽ അവസ്ഥിക്കുന്ന 7 വിധ ആത്മാക്കളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമ്മള് എഫേസ്യ ലേഖനത്തിലോട്ട് ഒന്ന് കയറി ചെന്ന് വായിച്ചാൽ, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിന്റെ 17 മുതൽ 19 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ചില ഭാഗങ്ങളോട് നമുക്ക് നോക്കാം. ബുക്ക് ഓഫ് എഫേസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 17 to 19. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ നിങ്ങൾക്കായി വായിക്കാം. 17-ാം വാക്യം. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിൽ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് പറയുവാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിശാപ്രവണം വായിച്ചപ്പോ അവിടെ 7 ആത്മാക്കളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാൻ പറഞ്ഞു. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ദൈവഭയ യഹോവ ഭക്തിയുടെ ആത്മാവ്, അത് കഴിഞ്ഞ് യഹോവയുടെ ആത്മാവ്. പ്രവാചകനായ യോഹന്നാൻ തന്റെ പ്രവചനാത്മാവിൽ കാണുന്നു, യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റിൽ യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ യഹോവയുടെ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞേച്ച്
ആത്മാവിൽ ദൈവത്തിന്റെ ദൂത യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നു, യഹോവയുടെ സിംഹാസനത്തിന്റെ ചുറ്റിലും ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന 7 ദീപങ്ങൾ, 7 ആത്മാക്കൾ, അവയെക്കുറിച്ച് പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ഒരു ഭാഗത്തൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഈ 7 ആത്മാക്കളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സക്രിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം വാക്യത്തിലും 3-ാം അധ്യായം 9-ാം വാക്യത്തിലും യഹോവയുടെ 7 ആത്മാക്കളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന 4 കാറ്റുകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അപ്പൊ യഹോവയുടെ 7 ആത്മാക്കൾ, ആ 7 ആത്മാക്കൾ 7 ദീപങ്ങളായി യഹോവയുടെ സന്നിധിയിൽ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ വിഷയം ഞാനിവിടെ വിടുകയാണ്. അത് കഴിഞ്ഞ് വായിക്കുന്ന ഒരു ഭാഗം, സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. 7 ആത്മാക്കള്, 7 ദീപങ്ങൾ, 7 സഭകൾ, 7 സഭകളുടെ ദൂതന്മാർ. ഇതൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനെ 7 ആത്മാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിലെ ഭാഗങ്ങൾ കൂടി ഞാൻ എടുത്ത് ഒന്ന് സൂചിപ്പിച്ചു. ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, 2 ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, 3 ദ സ്പിരിറ്റ് ഓഫ് കൗൺസിലിംഗ്, 4 ദ സ്പിരിറ്റ് ഓഫ് നോളജ്, 5 ദ സ്പിരിറ്റ് ഓഫ് മൈറ്റ്, 6 ദ സ്പിരിറ്റ് ഓഫ് ദി ഫിയർ ഓഫ് ദ ലോർഡ്, 7 ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ ചുറ്റും ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇടിമുഴക്കവും നാദവും മുഴപ്പെടുന്ന, ഇടിമുഴക്കവും നാദവും പുറപ്പെടുന്ന യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റിൽ അഗ്നിജാലകൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന അഗ്നിജാലകൾ. അത് കഴിഞ്ഞേച്ച് സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. അത് കഴിഞ്ഞ് സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യന് സദൃശ്യം, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന, സിംഹാസനത്തിന് മുമ്പിൽ കാണപ്പെടുന്ന ചില വിഷയങ്ങളാണ് ഇതൊക്കെ. ഫസ്റ്റ് വൺ, there is a sea of glass around the throne. സിംഹാസനത്തിന് ചുറ്റിലും കണ്ണാടിക്കടൽ, എ സീ ഓഫ് ഗ്ലാസ്. ഇതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? സീ ഓഫ് ഗ്ലാസ് ഷോസ് the purity and holiness of God Yahweh. ശലോമോൻ രാജാവ് ദേവാലയം പണിതു. യെരുശലേമിലെ ദേവാലയം പണിതപ്പോ അവിടെ ഒരു കണ്ണാടിക്കടൽ ഉണ്ടാക്കി വെച്ചിരുന്നു. 12 കാളകളുടെ പുറത്ത് ഉണ്ടാക്കി വെച്ചിരുന്നതായ ഒരു കണ്ണാടിക്കടൽ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നു. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം യെരുശലേമിൽ പണിതു കഴിഞ്ഞപ്പോ അവിടെ ഒരു കണ്ണാടിക്കടൽ ഉണ്ടാക്കി വെച്ചിരുന്നു. ആ കണ്ണാടിക്കടൽ വഹിച്ചിരുന്നത് 12 കാളകളുടെ പുറത്തായിരുന്നു. ആ കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് ചുറ്റിലുമുള്ള കണ്ണാടിക്കടൽ, ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ യഹോവയായ ദൈവത്തിന്റെ പരിശുദ്ധിയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് സിംഹാസനത്തിന് ചുറ്റിലുമുള്ള കണ്ണാടിക്കടൽ.
യഹോവയായ ദൈവത്തിന്റെ പരിശുദ്ധിയെയും ചൂണ്ടിക്കാണിക്കുന്നു. പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ് ഓഫ് ദ ലോർഡ് യാഹ്വേ. 2, sea of glass shows the victory and safety of the righteous people. 3, the sea of glass shows the divine judgment. 4, the sea of glass shows the righteous living of the Lord Yahweh and the people of Israel. 4 കാര്യങ്ങൾ കണ്ണാടിക്കടലിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കാനുണ്ട്. സീ ഓഫ് ഗ്ലാസ്, കണ്ണാടിക്കടൽ, സിംഹാസനത്തിന് ചുറ്റിലും. ശലോമോൻ യഹോവയുടെ ആലയം യെരൂശലേമിൽ പണിതപ്പോൾ യെരൂശലേമിലെ ദേവാലയത്തിൽ ഒരു കണ്ണാടിക്കടൽ ഉണ്ടാക്കിയിരുന്നു. 12 കാളകളുടെ പുറത്ത് 12 കാളകൾ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കണ്ണാടിക്കടൽ. ആ കണ്ണാടിക്കടൽ കടന്നുപോകുന്ന ജനത്തിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങളെ എടുത്തു കാണിക്കുന്ന ഒരു കണ്ണാടിക്കടൽ. അപ്പോ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ന്യായവിധി ആരംഭിക്കുമ്പോൾ യഹോവയായ ദൈവം ശലോമോനോട് ദേവാലയത്തിൽ പണിയാൻ പറഞ്ഞ കണ്ണാടിക്കടലിനെ ഇവിടെ സിംഹാസനത്തിന്റെ ചുറ്റിലും യഹോവയായ ദൈവം വെച്ചിരിക്കുന്നു. കാരണം ജനത്തിന്റെ പ്യൂരിറ്റി, അവരുടെ വിശുദ്ധ ജീവിതത്തെ കണ്ണാടിക്കടൽ എടുത്തു കാണിക്കുക. കണ്ണാടിക്കടലിന് ചുറ്റും കത്തിക്കൊണ്ട് നിൽക്കുന്ന 7 ആത്മാക്കൾ, 7 ദീപങ്ങൾ ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നു. അത് മനസ്സിലാക്കുന്നു, അത് സൂചിപ്പിക്കുന്നത് ഈ അഗ്നിജാലകൾ കത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ന്യായവിധിയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. സിംഹാസനം തന്നെ യഹോവയുടെ ന്യായവിധിയെ ചൂണ്ടിക്കാണിക്കുന്നു. സിംഹാസനത്തിലിരിക്കുന്ന ന്യായാധിപൻ യഹോവയുടെ ന്യായവിധിയെ ചൂണ്ടിക്കാണിക്കുന്നു. ന്യായാധിപനായ ദൈവമായ യഹോവയും തന്റെ പുത്രനായ യേശുമിശിഹായും ആ സിംഹാസനത്തിന് ചുറ്റിലുമിരിക്കുന്ന വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന 24 മൂപ്പന്മാരും 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാരും അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ജനം ഇസ്രായേൽ ജനത്തെ ന്യായം വിധിക്കാൻ നിൽക്കുന്നു. ആ സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത ഒരു കണ്ണാടിക്കടൽ, എ സീ ഓഫ് ഗ്ലാസ് ലൈക്ക് ക്രിസ്റ്റൽ. പളുങ്കിനൊത്ത ഒരു കണ്ണാടിക്കടൽ. ആ കണ്ണാടിക്കടലിന് ചുറ്റിലും സിംഹാസനത്തിന് ചുറ്റിൽ 4 ജീവികളെ കാണാം. ഒന്നാമത്തെ ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാമത്തെ ജീവി മനുഷ്യമുഖമുള്ളത്, നാലാമത്തെ ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. ഇതൊരു വലിയ വെളിപ്പാടാണ് വിളിച്ചു പറയുന്നത്. എഗസ്കേൽ പ്രവചനത്തിൽ ഇതിനെക്കുറിച്ചൊരു വെളിപ്പാട് പറഞ്ഞിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് ഇതേ വെളിപ്പാട് കാണുന്ന എഗസ്കേൽ ഇതേ വെളിപ്പാട് കാണുന്ന നമുക്ക് എഗസ്കേൽ 1-ന്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കഴിയും. എഗസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോ ഇതുപോലെ 4 ജീവികളെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാൻ കഴിയുന്നുണ്ടോ? സിംഹാസനത്തിന് ചുറ്റിലും 4 ജീവികൾ നിൽക്കുന്നു. ഒന്നാമത്തെ ജീവി സിംഹത്തിന് സദൃശ്യം, രണ്ടാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാമത്തെ ജീവി മനുഷ്യമുഖമുള്ളത്, നാലാമത്തെ ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം.
ഇത് 4 സുവിശേഷങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്നാമത്തെ സുവിശേഷം, അത് മത്തായിയുടെ സുവിശേഷം, ഇറ്റ് ഷോസ് ദ കിങ്ഷിപ്പ് ഓഫ് ദി റോയൽ മഷയ. മത്തായിയുടെ സുവിശേഷം മശിഹായുടെ രാജത്വത്തെ, രാജകീയ സിംഹാസനത്തെ ചൂണ്ടിക്കാണിക്കുന്നു. രണ്ടാമത്തെ സുവിശേഷമായ മർക്കോസിന്റെ സുവിശേഷം കാളയെ ചൂണ്ടിക്കാണിക്കുന്നു, കഷ്ടമനുഭവിക്കുന്ന മനുഷ്യപുത്രൻ. മൂന്നാമത്തെ സുവിശേഷം മനുഷ്യമുഖമുള്ളത് ദാസരൂപമെടുത്ത യേശു കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്നു. നാലാമത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം അതിങ്ങനെ വിളിച്ചു പറയുന്നു, ദ കിങ്ഷിപ്പ്, ദ ഗോഡ്ലി ഡിവൈൻഷിപ്പ് ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് വിളിച്ചു പറയുന്നു. 4 മൃഗങ്ങൾ. ഒന്ന്, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്നു, ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. The lion of the tribe of Judah. Gospel of Matthew represent and proclaiming the universal kingship of Lord Jesus Christ. യേശു മിശിഹായുടെ സാർവത്രികമായുള്ള രാജകീയ വിളംബരം ചെയ്യുന്ന ഒരു സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. രണ്ടാമത്തേത് കാളയുടെ മുഖമുള്ള മൃഗം, അത് ദ സഫറിംഗ് സെർവന്റ്, കഷ്ടമനുഭവിക്കുന്ന ദാസൻ. മർക്കോസിന്റെ സുവിശേഷം യേശുവിനെ കഷ്ടമനുഭവിക്കുന്ന ദാസനായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തേത് മനുഷ്യന്റെ മുഖം, മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ലൂക്കോസിന്റെ സുവിശേഷം. നാലാമത്തേത് പറക്കുന്ന കഴുകന്റെ മുഖം. ഒന്ന്, മൃഗങ്ങളുടെ രാജാവായ സിംഹം, ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം. ഇത് കിങ് മസയ. The kingship of Messiah is proclaiming in the book of Gospel of Matthew. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു മിശിഹായുടെ രാജ്യത്വത്തെ വിളംബരം ചെയ്യുന്ന സുവിശേഷമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ ദാസരൂപമെടുത്ത യേശു കർത്താവിനെ വിളംബരം ചെയ്യുന്ന സുവിശേഷമാണ്. ലൂക്കോസിന്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ദാസനായി കഷ്ടമനുഭവിക്കുന്ന ദ സഫറിംഗ് മസയ, സഫറിംഗ് സൺ ഓഫ് മാൻ ഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിനു വേണ്ടി കഷ്ടമനുഭവിക്കുന്ന ഒരു മശിഹായെയാണ് ലൂക്കോസിന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. നാലാമത്തെ സുവിശേഷമായ യോഹന്നാന്റെ സുവിശേഷം പ്രഖ്യാപിക്കുന്നു, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ഈ ജീസസ് ക്രൈസ്റ്റ് is the Son of God who takes away the sin of the whole world. Behold the Lamb of God who takes away the sin of the whole world. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ 4 പേരുകളാണ് മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസ് സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ഉള്ളത്. ഒന്ന്, ഇസ്രായേലിന്റെ രാജാവായ യേശു ക്രിസ്തു. 2, ദാസനായ യേശു ക്രിസ്തു. 3, മനുഷ്യപുത്രനായ യേശു ക്രിസ്തു. 4, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു. അങ്ങനെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ സിംഹാസനത്തിന് ചുറ്റും ഒരു കണ്ണാടിക്കടൽ, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. ആ കണ്ണാടിക്കടലിന് മുമ്പിൽ the sea of glass shows the purity and divine judgment.
Sea of glass shows the victory of Lord Jesus Christ and the judgment. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജയോത്സവമായ ജീവിതവും തന്റെ ദൈവിക ന്യായവിധിയുമാണ് കണ്ണാടിക്കടൽ കാണിക്കുന്നത്. 3, ഡിവൈൻ ജഡ്ജ്മെന്റിനെ എടുത്തു ദൈവിക ന്യായവിധിയെ എടുത്തു കാണിക്കാൻ കടന്നുപോകുന്ന ജനത്തിന്റെ പാപങ്ങളെ കൊട്ടിഘോഷിക്കുന്ന എടുത്തു കാണിക്കുന്ന ന്യായവിധി. അതിന് വ്യക്തമായ തെളിവ് ഞാൻ പറയാം. കർത്താവായ യേശു മിശിഹായുടെ മുമ്പിൽ വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നതായി യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു 8-ാം അധ്യായം. അവര് കൊണ്ടുവന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഗുരു, ഇവളെ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടവളായി ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളുടെ ന്യായപ്രമാണപ്രകാരം ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് ന്യായപ്രമാണത്തിന്റെ വിധി. ഉടനെ കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൾ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. എന്നുവെച്ചാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, യേശു കുനിഞ്ഞ് മണലിൽ എഴുതിക്കൊണ്ടിരുന്നു. എല്ലാവരും കൊണ്ടുവന്ന കല്ലുകൾ അവിടെ കൂട്ടിയിട്ട് മടങ്ങിപ്പോയി കഴിയുമ്പോ യേശുവിന്റെ മുമ്പിൽ ഈ കൊണ്ടുവന്ന പാപിനിയായ സ്ത്രീ നിൽപ്പുണ്ട്. അവളോട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മകളെ, നിന്നെ ആരും ന്യായം വിധിച്ചില്ലയോ? അതിന്റെ അർത്ഥം നിന്നെ ആരും കല്ലെറിഞ്ഞില്ലയോ? അവൾ പറയുന്നു, ഇല്ല ഗുരു. യേശുവിനോട് പറയുകയാണ്, പൊയ്ക്കൊള്ളുക, ഇനി മേലാൽ പാപം ചെയ്യരുത്. കണ്ണാടിക്കടലിന് മുമ്പിൽ വെളിപ്പെടുന്നതായ ദൈവജനം എന്ന് പറഞ്ഞാൽ എവരിതിങ് വിൽ ബി ട്രാൻസ്പെറന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ഗോഡ്. എല്ലാം വെളിപ്പെട്ടു വരും. ഓരോ സപ്പോസണം പറയുന്നു, 2 Corinthians 5:10, നാം ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കതായ പ്രതിഫലം പ്രാപിപ്പാൻ നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. നാം നിൽക്കുന്നത് ഈ കണ്ണാടിക്കടലിന്റെ മുമ്പിലായിരിക്കും, യഹോവയുടെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ. ആ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് സിംഹാസനത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ കണ്ണാടിക്കടലിന്റെ മുമ്പിൽ. എവരിതിങ് വിൽ ബി ട്രാൻസ്പെറന്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സീ ഓഫ് ഗ്ലാസ്. സകലതും വെളിപ്പെട്ടു വരും. എവരിതിങ് വിൽ ബി റിവീൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സീ ഓഫ് ഗ്ലാസ്. സകലതും ഈ ന്യായസിംഹാസനത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരും. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. There will be a great judgment before the throne of God. Each and every person should have to stand before the throne of God in a day. നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഒരു ദിവസം നിൽക്കേണ്ടവരായിരിക്കും. ആകയാൽ ഭയത്തോടുകൂടെ നമ്മുടെ പ്രവാസ ജീവിതം കഴിക്കുക. ദൈവത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, ന്യായവിധി യഹോവയുടെ ഗൃഹത്തിൽ ആരംഭിച്ചിരിക്കുന്നുവെങ്കിൽ നീതിമാന്മാരുടെ കൂട്ടങ്ങളിൽ ന്യായവിധി ആരംഭിച്ചുവെങ്കിൽ, നീതിമാന്മാരുടെ ഗൃഹങ്ങളിൽ ന്യായവിധി ആരംഭിച്ചെങ്കിൽ പാപികളുടെയും നിഷ്ഠൂരന്റെയും ഗതി എന്താകും? There will be a great judgment before the throne of God. Each and every person should have to stand before the throne of God in a day. എല്ലാവരും ഒരു ദിവസം
ഈ ന്യായസിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാണ്. ഞാനിന്ന് പകൽക്കാലം, ഈ രാത്രികാലം ഞാൻ എൻ്റെ വാക്കിൽ പിടിച്ചിരിക്കട്ടെ. There is a great throne in heaven. സ്വർഗത്തിലൊരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. അവന്റെ മുമ്പിൽ ദൈവപുത്രനായ യേശുക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്നു. ആ സിംഹാസനത്തിന് ചുറ്റും, യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് ചുറ്റിലും ചെറുതായ 24 സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങളിൽ വെള്ളവസ്ത്രധാരികളായി തലയിൽ പൊൻകിരീടം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന 24 സിംഹാസനങ്ങൾ. ആ 24 സിംഹാസനങ്ങൾക്ക് ചുറ്റിലും പളുങ്കിരത്ത കണ്ണാടിക്കടൽ. അതിന്റെ ചുറ്റിലും യഹോവയായ ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ. അവ ജ്വലിച്ച് കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പളുങ്കിനൊത്ത കണ്ണാടിക്കടലിന് മുമ്പിൽ യഹോവയായ ദൈവത്തിന്റെ യഹോവയായ ദൈവത്തിന്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോ സകലതും ദൈവത്തിന്റെ സന്നിധിയിൽ നഗ്നതും മലർന്നതുമായി കിടക്കുമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആകയാൽ ഒരു ന്യായവിധിയുണ്ട്, നിശ്ചയം. Each and every person should have to stand before the bema seat of our Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ ന്യായസിംഹാസനത്തിന് മുൻപാകെ നാം എല്ലാവരും ഒരു ദിവസം നിൽക്കേണ്ടവരാകുന്നു. ഈ ന്യായസിംഹാസനം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ന്യായം വിധിപ്പാൻ തന്റെ സിംഹാസനത്തിലിരിക്കും. ആ സിംഹാസനത്തിന് മുമ്പിൽ പളുങ്കിരത്ത കണ്ണാടിക്കടൽ. ആ കണ്ണാടിക്കടലിന് ചുറ്റും യഹോവയുടെ 7 ആത്മാക്കൾ, 7 ദീപങ്ങൾ ആ കണ്ണാടിക്കടലിന് ചുറ്റും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ചുറ്റിലും 4 ജീവികളുണ്ട്. ഒന്നാമത്തെ ജീവി ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ, ഇസ്രായേലിന്റെ യഹൂദ ഗോത്രത്തിന്റെ സിംഹം. രണ്ടാമത്തെ ജീവി കാളയ്ക്ക് സദൃശ്യം. മൂന്നാമത്തെ ജീവി മനുഷ്യമുഖമുള്ളത്. നാലാമത്തെ ജീവി പറക്കുന്ന കഴുകൻ. എന്ന് വിവരിപ്പാൻ സമയമില്ലല്ലോ. ഒന്നാമത്തെ ജീവി ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂഡ. It represents the kingship, the royal kingship of the Messiah, Jewish Messiah. യഹൂദന്മാരുടെ മശിഹായുടെ രാജ്യത്വത്തെ ഘോഷിക്കുന്നു മത്തായിയുടെ സുവിശേഷം. കാളയ്ക്ക് സദൃശ്യം യേശു കർത്താവിന് ദാസരൂപമെടുത്ത് ഭൂമിയിൽ മനുഷ്യവേഷം ധരിച്ചിറങ്ങി വന്ന ദൈവപുത്രൻ, മർക്കോസിന്റെ സുവിശേഷം. 3 കഷ്ടമനുഭവിക്കുന്ന മനുഷ്യപുത്രൻ, എ സഫറിംഗ് സൺ ഓഫ് മാൻ, ലൂക്കോസ് സുവിശേഷം. 4 യേശു ക്രിസ്തുവിന്റെ ഡിവൈൻ നേച്ചറിനെ വിളിച്ചറിയിക്കുന്ന ഗോസ്പൽ ഓഫ് ജോൺ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് ദി സൺ ഓഫ് ഗോഡ്. 4 മുഖങ്ങളുള്ള 4 ജീവികൾ ഈ സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്നു. താഴെയുള്ള വിഷയങ്ങൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുവാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു. ഇടയ്ക്ക് ഒരു ലൈവ് കട്ടിംഗ് ഉണ്ടായതുകൊണ്ട് ലൈവ് കട്ട് ചെയ്യേണ്ടതായി എനിക്ക് വന്നു. സോറി ഫോർ ദാറ്റ്. പർപ്പസ്ലി അല്ല. ഐ വാസ് നോട്ട് ഏബിൾ ടു സേവ് ദ തിങ്, സോ ഐ ആം നോട്ട് ഏബിൾ ടു give it that message to you. If anybody needs that message, please inform me. Next week I shall give the important things for you. That Almighty God give you blessing. Thank you for watching me. This is Pastor Sunny K. Thomas signing off from Chengannur. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.